ഹരേ കൃഷ്ണ, രാധേ രാധേ ശ്യാം. ഓം ഗുരുഭ്യോ നമഃ. സമയം അല്ലെങ്കിൽ കാലം ഇതാർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്ന ഒന്നല്ല. ഇപ്പം നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ സമയം നല്ലതാണ്, അല്ലെങ്കിൽ സമയം നല്ലതല്ല, ചീത്തയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ കാലമാകുന്നു അല്ലെങ്കിൽ ആ സമയമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. അപ്പോൾ ആ നല്ല സമയമുണ്ട്, സമയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല സമയമുണ്ട്, ചീത്ത സമയമുണ്ട്. അപ്പോൾ ആ സമയം അനുകൂലമായി നമുക്ക് നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി, ധനം, ശ്രേയസ്, ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകും. അപ്പം ഇതിനെല്ലാം ആ സമയമാകുന്ന, ആ കാലമാകുന്ന ഭഗവാന്റെ കൃപ, അനുഗ്രഹം നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പം ഭാഗവത പ്രകാരം നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം തെളിഞ്ഞു വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. നാരദമുനി ഇതിനെക്കുറിച്ച് ചില സംശയങ്ങൾ മഹാവിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു നാരദർക്ക് ഉപദേശിച്ചു കൊടുത്ത അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത ആ ലക്ഷണങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ അതിരാവിലെ എണീക്കുന്നവരാണല്ലേ. പ്രത്യേകിച്ച് സാധാരണ പഴമക്കാർ അല്ലെങ്കിൽ ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ആ സമയത്തുണരുക എന്നതാണ്. അപ്പോൾ ഒരുവൻ തനിയെ ആ ഒരു ബ്രാഹ്മമുഹൂർത്ത സമയത്ത് അറിയാതെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ബ്രാഹ്മമുഹൂർത്ത സമയത്തിൽ ഉണരുകയാണ് എങ്കിൽ അത് നല്ലൊരു സമയമാണ്, ഒരു നല്ല സമയം വരുവാനുള്ള, നല്ല കാലം വരുവാനുള്ള ഒരു ലക്ഷണമാണ് കാണുന്നത്. അങ്ങനെ ഒരുവൻ ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ സ്ഥിരമായി എണീറ്റ് കഴിഞ്ഞാൽ അവന് ആ ഒരു നല്ല സമയം ഉണ്ടാകാനുള്ള ലക്ഷണങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്ഥിരമായി ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുവാനും പ്രാർത്ഥനകൾ നടത്തുവാനും ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഇഷ്ടദേവനെ, ദേവിയെ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഭഗവാന് പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ അങ്ങനെ അർപ്പിച്ച ആ പുഷ്പം അല്ലെങ്കിൽ ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ, ആ ഫോട്ടോയിലെ ആ ഭഗവാന്റെ ശിരസിൽ വച്ച ഒരു പുഷ്പം തനിയെ താഴേക്ക് പതിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള സിമ്പിളാണ്, ഒരു സൈനാണ്. അതായത് ഭഗവാനിൽ അർപ്പിച്ച ആ പുഷ്പം ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് അതിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണെങ്കിൽ ഒരു നല്ല ലക്ഷണം വരുന്നതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത്. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാവുന്ന ചില മന്ത്രങ്ങളുണ്ട്. ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും ഭൂമി ദേവിയും ഒക്കെ സ്മരിച്ചുകൊണ്ട് ജപിക്കാവുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതിനുശേഷം എണീറ്റ് വന്ന് കണ്ണാടിയിൽ നോക്കി നമ്മുടെ പ്രസരിപ്പുള്ള മുഖം കാണുന്നതും ശ്രേയസ്കരമാണ്. ഇങ്ങനെയൊക്കെ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നല്ല കാലം, നല്ല സമയം വരുന്നതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അതൊന്നുമല്ലാതെ തന്നെ നമുക്കിടെ മനസ്സിലേക്ക് പെട്ടെന്ന് സന്തോഷം ഇങ്ങനെ കടന്നു വരാറുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ്. അതിപ്പോൾ ഭഗവാനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം, ആ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ ചില അനുഗ്രഹങ്ങൾ കിട്ടിയതിനെ കുറിച്ചാകാം, ആ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്, ആ ഗദാരിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അതും നല്ല ലക്ഷണമാണ്, നല്ല കാലം വരുന്നതിൻ്റെതായ ലക്ഷണങ്ങളാണ്. ജീവിതത്തിൽ നമ്മൾ പലർക്കും പണമൊക്കെ കടം കൊടുക്കാറുണ്ട്, അല്ലെ ആവശ്യക്കാർ ഒരു സഹായത്തിനായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുള്ള പണം ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാതിരിക്കുമ്പോൾ ആ ആള് രാവിലെ വന്ന് ആ വീട്ടിലേക്ക്, നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് ആ പണം നമ്മൾക്ക് തിരിച്ചു തരികയാണെങ്കിൽ അതൊരു ഐശ്വര്യ സമ്പൂർണമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു അതിരാവിലെ നമുക്ക് തരുവാനുള്ള സമ്പത്താണെങ്കിലും ഒരു കാശാണെങ്കിലും അത് ആ സമയത്ത് നമുക്ക് തിരിച്ചു നമ്മുടെ വീട്ടിൽ, ഗൃഹത്തിൽ കൊണ്ട് തരുന്നത് ഒരു ശുഭ ലക്ഷണമാണ്. അപ്പോൾ അത് ധനം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്, ഐശ്വര്യ ദേവതയാണ്. ആ പണം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അതും ഒരു ശുഭ ലക്ഷണമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പണം കയ്യിലേക്ക് മേടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെങ്കിലും
മഹാലക്ഷ്മി നമോസ്തുതേ എന്ന ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ധനം കിട്ടുവാനും അതുവഴി ശ്രേയസ് ഉണ്ടാകുവാനും ഐശ്വര്യം ഉണ്ടാകുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്, ഇത് ലക്ഷണങ്ങളാണ്, നല്ല സമയം വരുവാനുള്ള ലക്ഷണങ്ങളാണ് കാട്ടിത്തരുന്നത്. അതുപോലെ തന്നെ ചില മൃഗങ്ങൾ, പക്ഷികൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് വളരെ ശുഭസൂചകമാണ്, നല്ല ലക്ഷണങ്ങളാണ്. പൂച്ച നമ്മുടെ ഗൃഹത്തിൽ അത് വന്നു കയറുന്നതും അല്ലെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിൽ വെച്ച് പ്രസവിക്കുന്നതുമൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. അതുപോലെ തന്നെ ചില പക്ഷികൾ നമ്മുടെ ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതും ഫലമൂലവർഗാദികൾ, പഴങ്ങൾ കൊത്തിക്കൊണ്ടിടുന്നതുമൊക്കെ ശുഭലക്ഷണമാണ്. അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ചില വസ്തുക്കളൊക്കെ പക്ഷികൾ കൊത്തിക്കൊണ്ട് നമ്മുടെ ആ ഗൃഹത്തിൻ്റെ പരിസരത്ത് കൊണ്ടിടുവാണെങ്കിൽ ഇതൊക്കെ ഐശ്വര്യം വരുന്നതിൻ്റെതായ സൂചനകളാണ്, നല്ല ലക്ഷണങ്ങൾ വരുന്നതിൻ്റെതായ സൂചനകളാണ്. അതുപോലെ തന്നെ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പശുക്കളെ സംരക്ഷിക്കുന്നതും അതിനെ ശുശ്രൂഷിക്കുന്നതും ഒക്കെ പോസിറ്റീവായിട്ടുള്ള സൈനുകളാണ്. ഇനി അഥവാ അയലത്തുള്ള പശുക്കളോ മറ്റോ അങ്ങനെയുള്ള പശുക്കൾ, ആ മൃഗം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയും അങ്ങനെ നമ്മുടെ ആ ഗൃഹത്തിൻ്റെ പരിസരത്ത് പ്രവേശിക്കുന്നതും ആ സമയത്തോ ഒക്കെ നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കുകയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചില ശുഭ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ എന്ന് പറയുന്നത് ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഐശ്വര്യമാണ്. കുട്ടികൾക്ക് വയറ് നിറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നതും കുട്ടികളെ കളിപ്പിക്കുന്നതും അവരെ പരിചരിക്കുന്നതുമൊക്കെ ശുഭസൂചകമാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ അടുത്തുള്ളതാവാം അല്ലെങ്കിൽ എവിടെയിലേക്ക് നമ്മുടെ സ്വന്തക്കാരുടെയൊക്കെ ആ കുട്ടികൾ വീട്ടിൽ വന്ന് കളി, ചിരി, തമാശകളും ഒക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ മുറ്റത്തോടി കളിക്കുന്നതും ഒക്കെ വീട്ടിൽ നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ നമ്മുടെ നല്ല സമയം, ആ ഭഗവാനാകുന്ന ആ കാലത്തിൻ്റെ, ആ സമയത്തിൻ്റെ നല്ല ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി ഇതോടൊപ്പം തെറ്റായ ചിന്തകളില്ലാതെ, മലീനസമായ മനശ്ചിന്തകളില്ലാതെ ശുദ്ധ മനസ്സോടെ ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരെ സഹായിക്കുക. അതുപോലെ തന്നെ പ്രായമായ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ സഹായിക്കുക, അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. പ്രത്യേകിച്ച് പ്രായമായിരിക്കുന്നവർക്ക് മരുന്നുകളൊക്കെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മരുന്നുകൾ കുറവുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ മേടിച്ചു കൊടുക്കുക, അവർക്ക് അന്നം കൊടുക്കുക. ഇതൊക്കെ ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാകാൻ, നല്ല സമയമുണ്ടാകാൻ ഏറ്റവും വിശിഷ്ടമായ ഒന്ന് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് തന്നെ, നമ്മുടെ ജീവിതത്തിൽ നല്ല സമയമുണ്ടാകാൻ, നല്ല സമയത്തിലൂടെ നല്ല ലക്ഷണങ്ങളിലൂടെ കടന്നു പോകാൻ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു കാര്യം പറയാം, തീർച്ചയായും അത് പരീക്ഷിച്ചു നോക്കിക്കൂ. ഒരാൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും അനാഥരായ ആൾക്കാർക്ക്, ഇത് ആരോടും പറയുകയും ഒന്നും വേണ്ട, ഞാൻ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്ത കാര്യം കാണാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, FBയിൽ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, ഇതൊന്നും ചെയ്യരുത്. നമ്മൾ ശരിക്കും ഒരു കാര്യം ചെയ്തു കൊടുത്തെങ്കിൽ അതും ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടും പറയണ്ട. സാധാരണ പറയാറില്ലേ, നമ്മൾ വലം കൈക്ക് കൊടുക്കുന്നത് ഇടം കൈ അറിയണ്ട അല്ലേ, അങ്ങനെ പറയാറുണ്ട്. നമ്മൾ സഹായിക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയുകയേ വേണ്ട. അത് നമ്മളും ഭഗവാനും തമ്മിലുള്ളൊരു ബന്ധമാണ്. നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. അത് വാങ്ങിക്കുന്നവനും കൊടുക്കുന്നവനും മാത്രം അറിഞ്ഞാൽ മതി, മൂന്നാമതൊരാൾ അറിയണ്ട. അപ്പോൾ അനാഥരായവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് മരുന്നിന് കാശ് കൊടുക്കുക, അല്ലെ മരുന്ന് മേടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്ന തുകയിൽ ഒരു ചെറിയ സംഖ്യ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാകും, നല്ല സമയമുണ്ടാകും, നല്ല കാലമുണ്ടാകും. തീർച്ചയാണ്, ഇത് പരീക്ഷിച്ചു നോക്കിക്കൂ. തീർച്ചയായും സത്യമായും നടക്കുന്ന കാര്യമാണ്. ശ്രേയസ് ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.